ഗുരുനാഥനായിരുന്നു. ശ്രീനിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഞാൻ സ്വയം തിരക്കഥ എഴുതുമ്പോഴും മറ്റുള്ളവർ എഴുതിയ തിരക്കഥകൾ സംവിധാനം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സിനിമയുടെ നേട്ടത്തിനായി നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാറുള്ളത്. ശ്രീനി എഴുതാത്ത കഥകളും ഇപ്പോൾ ഈ അവസാനം ചെയ്ത ഹൃദയപൂർവ്വം വരെ ശ്രീനിവാസൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ശ്രീനിയുടെ കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ശ്രീനിയുടെ കൂടി ഒരു പ്രോത്സാഹനം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശ്രീനിയെപ്പറ്റി പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നല്ല, ഒരു 1000 ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട്. ഒരു വലിയ കാലയളവിൽ ഞാനും ശ്രീനിയും ഞങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം താമസിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിട്ടുള്ളത്. അതും ഒരു മുറിയിലാണ് താമസിച്ചിട്ടുള്ളത്. അതിൻ്റെ തമാശകളും അതിന് ചിലപ്പോൾ എപ്പോഴും ഞങ്ങൾ വഴക്കിടാറുണ്ട്. പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയാറുണ്ട്. കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാരുതി കാറിൽ ഞാനും ശ്രീനിയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചൊക്കെ ചിലക്ക് കഥയ്ക്ക് ആശകൾ കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ പോകും. അങ്ങനെ കുറേ മുഹൂർത്തങ്ങൾ ശ്രീനിവാസനെ കുറിച്ചുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം, ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും മികച്ച തിരക്കഥാകൃത്തുകളെ പറ്റി പറയുമ്പോൾ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ശ്രീനി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കാരണം ശ്രീനിയെപ്പോലെ മനുഷ്യ ജീവിതത്തിനെ തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ സാഹിത്യത്തിൻ്റെ മേൻപൊടി ഉണ്ടാവാറില്ല. തിരക്കഥ എന്ന് പറയുന്നത് ഒരു വേറെ സാഹിത്യ ശാഖ തന്നെയാണ്. ശ്രീനിവാസൻ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ ആലോചിക്കുക. വടക്കുനോക്കി യന്ത്രം, ചിന്താവശ ശ്യാമള, സന്ദേശം, തലയണ മന്ത്രം, വരവേൽപ്പ്, നാടോടിക്കാറ്റ്, എത്ര വെറൈറ്റി ക്യാരക്ടേഴ്സ്. ശൂന്യതയിൽ നിന്ന് പോലും ശ്രീനി നർമ്മമുണ്ടാക്കും. ആർക്കും എപ്പോഴും പറയാവുന്ന സംഭാഷണങ്ങൾ ശ്രീനിവാസൻ്റെതായിട്ട് വരുമ്പോൾ നമ്മളത് ചിരിക്കാൻ നമുക്ക് പറ്റും. എന്താ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. വളരെ സിമ്പിൾ ഡയലോഗാണ്. പക്ഷെ അത് 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയാണ്. ഇപ്പോഴും ആളുകൾ ഒരു ചൊല്ല് പോലെ, പഴഞ്ചൊല്ല് പോലെ അത് പറയും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പോളണ്ടിനെ പറ്റി പറയരുത്. ആ ഇരു പാർട്ടികൾ തമ്മിൽ പ്രഥമദൃഷ്ട്യ ഒരുമിച്ചാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്യാമളയിലെ ജീവിതം, വടക്കുനോക്കിയറ്റത്തിലെ ജീവിതം, എൻ്റേതല്ലാത്ത സ്ക്രിപ്റ്റ് ഇപ്പോൾ ചമ്പക്കുളം തച്ചനും മഴയത്ത് മുമ്പ് ഒക്കെ എഴുതുമ്പോഴുള്ള വേറെ വെറൈറ്റിയുള്ള ശ്രീനിവാസൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയെ വളരെ നന്മയുടെ ഭാഗത്തേക്ക് വഴി തിരിച്ചുവിട്ട ഒരു തിരക്കഥാകൃത്താണ്, ഒരു എഴുത്തുകാരനാണ് ശ്രീനിവാസൻ. ആ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ശ്രീനി എനിക്ക് തോന്നുന്നു ഇനിയായിരിക്കും കൂടുതൽ നമ്മൾ തിരിച്ചറിയാൻ തോന്നുന്നത്. പലപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ജോൺസൺ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോൺസൻ്റെ സംഗീതത്തിൻ്റെ സാധാരണ സംഗീത സംവിധായകൻ്റെ പാട്ടുകൾ പോലെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. ജോൺസൺ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ജോൺസൺ ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം ഇപ്പോൾ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്നു. ജോൺസൻ്റെ റീറെക്കോർഡിങ് ബിറ്റുകൾ പോലും നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. എപ്പോഴും അങ്ങനെയാണ്. ഒരാൾ വേറെ പിരിയുമ്പോഴാണ് അയാളുടെ പ്രസക്തി നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത്. ആ നിലയിൽ ശ്രീനിവാസനെ നമ്മൾ കൂടുതൽ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ, കൂടുതൽ വായിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ശ്രീനിവാസൻ്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്കറിയാം, ശ്രീനിവാസനോളം പ്രതിഭ തെളിയിച്ച ഒരാളെ മലയാള സിനിമയിൽ ഞാൻ ഇന്ന് വരെ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ ശ്രീനിവാസൻ എവിടെ ആയാലും അസുഖബാധിതനായി പോലും ദൂരെ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ്. അതൊരു ധൈര്യമായിരുന്നു. ആ ധൈര്യമാണ് ഇന്നത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ശ്രീനിവാസനായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് തൊട്ട് മുമ്പ് പലപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും ഞാനിവിടെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ വിമല പറയും,
9:30 മണി തൊട്ട് ശ്രീനേട്ടൻ കുളിച്ച് റെഡിയായിരിക്കുന്നു. ഞാനെപ്പോഴും വരാൻ 11:30 മണി 12 മണിയൊക്കെ ആവും. വന്നോടനെ എന്നെ ചീത്ത പറയും, നിങ്ങളെന്താണ് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അന്തിക്കാട് നിന്ന് കാർ ഓടിച്ച് ഇവിടെ ഒരു എത്തേണ്ട ശരി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറേ തമാശ പറയും, ചിരിക്കും. തിരിച്ചു പോകുമ്പോൾ എനിക്കും ശ്രീനിവാസനും ഒരു ഊർജം കിട്ടും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമൂഹത്തിന് ഇത്രയും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ല. എഴുത്തുകാരനോ തിരക്കഥോ നടനോ എന്നുള്ള പോട്ടെ, ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ്, അതിലെ അപാകതകൾ എന്തൊക്കെയാണ്, പൊളിറ്റിക്സ്, സാംസ്കാരികം, സാഹിത്യം എല്ലാം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് കോട്ടക്കലിനെ കൊണ്ട് പറയിപ്പിച്ചു. സത്യം വരുമ്പോൾ MT വാസുദേവൻ നായരുടെ ജീവചരിത്രവും EP ജയരാജൻ്റെ ആത്മകഥയും കൊണ്ടുവരുന്നു. രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാത്തിലും നർമ്മം കാണുന്ന ഒരാളാണ് ശ്രീനി. നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിന് നർമ്മം ഉണ്ടാവും. അന്തിക്കാട് കുറച്ച് ദിവസം മുമ്പ് പുള്ളി വന്നു. അവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്ന് ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ശ്രീനേട്ട അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. അല്ലാതെ സുഖം നന്നായി പോകുന്നതല്ല, അസുഖമൊക്കെ എങ്ങനെയുണ്ട്, അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. എന്ത് പറഞ്ഞാലും നാവിൻ തുമ്പത്ത് ഒരു ഫലിതം ഉള്ള ആളാണ്. സന്ദേശം പോലെ ഒരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും പറയാറുണ്ടായിരുന്നു. ഞാനും ശ്രീനി അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. സന്ദേശം ഇറങ്ങിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന്, അത് നമുക്കൊക്കെ അറിയാം. അന്ന് കുറേ കൂടി സഹിഷ്ണുതയുണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ന് ചിലപ്പോൾ അതുപോലെ എല്ലാവരും വളരെ അതിൻ്റേതായ രീതിയിൽ ഒരു ഹ്യൂമറസ് ആയിട്ടൊരു സിനിമ എന്ന രീതിയിൽ പുതിയൊരു സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല. ഇന്നും വളരെ അപൂർവം പേര് സന്ദേശത്തിന് കുറ്റം പറയുന്നവരുണ്ട്. അവർക്ക് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിരുപദ്രവമായ രീതിയിൽ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയാക്കണം എന്ന് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചിരുന്നു. അതൊരു കേന്ദ്ര കഥാപാത്രം ഉണ്ടാവും. മോഹൻലാലിനെ പോലെ ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇവിടെ 2-3 രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ. ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരൻ്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഇനി അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നത്. അതുവരെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല. ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു. ഏതായാലും ഇതിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ശ്രീനി ലോകത്ത് മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല. ശ്രീനിയുടെ മനസ്സിന്, ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീനി എന്നെ കളിയാക്കും. കാര്യം ശ്രീനിക്ക് അറിയാം ശ്രീനി ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ശ്രീനി പോയിരിക്കുന്നു. അതിൻ്റെ ഒരു ആശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.